അല്ല, ഇതിനകത്ത് അമേരിക്കയ്ക്ക് ലക്ഷ്യമില്ല എന്ന് ഞാൻ പറയില്ല. ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങിയത്. പക്ഷെ അത് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. അതായത് ആദ്യത്തെ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോ അല്ലെ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുതിയൊരു ലക്ഷ്യം ഉണ്ടാക്കുന്നു. അതും സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മൂന്നാമതൊരു ലക്ഷ്യം പറയുന്നു. അങ്ങനെ വന്ന് ഇപ്പൊ ആറാമത്തെ ലക്ഷ്യത്തിലാണ്. അതായത് ഇല്ലാത്തൊരു ലക്ഷ്യം സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പൊ തുറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ആയി. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പരാജയം സംഭവിച്ചു. കൃത്യമായ ലക്ഷ്യം റെജീം ചേഞ്ച് പറഞ്ഞു, സാധിച്ചിട്ടില്ല. ന്യൂക്ലിയർ ഡിസാർമമെന്റ് പറഞ്ഞു, സാധിച്ചിട്ടില്ല. ഇവരുമായിട്ടൊരു ഡീല് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതേപോലെ പ്രോക്സികളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, സാധിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ 100 ദിവസത്തിനിടയിൽ ലോകത്ത് മൊത്തമുള്ള എല്ലാ രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി എന്നതിനപ്പുറം വലിയൊരു നേട്ടം അമേരിക്കയ്ക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അവർക്കും പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ നമ്മളിവിടെ, ഞാൻ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി പറയുന്ന കാര്യമല്ല ഇത്. എങ്കിലും നമ്മളിപ്പം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് പെട്രോൾ വില ഇന്ത്യയിൽ കൂടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ 10% പോലും നമ്മുടെ ഇവിടെ കൂടിയിട്ടില്ല. ഈ പറയുന്ന യുദ്ധം തുടങ്ങിയ, ഇസ്രായേലിന് വേണ്ടി യുദ്ധം തുടങ്ങിയ അമേരിക്കയിൽ 50%-അടുത്താണ് പെട്രോൾ വില കൂടിയിരിക്കുന്നത്. 50%-അടുത്താണ് ഡീസൽ വില കൂടിയിരിക്കുന്നത്. 20%-അടുത്താണ് ട്രാവൽ എക്സ്പെൻസസ്. അതായത് കഴിഞ്ഞ വർഷം 1,00,000 രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾ ഈ വർഷം 1,20,000 രൂപ കൊടുക്കേണ്ട അവസ്ഥ. പേഴ്സണൽ സേവിങ്സ് വളരെ തുച്ഛമായ നിലയിലേക്ക് കുറയുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ അവിടെ ഇരിക്കുന്ന അമേരിക്കക്കാരനെ വരെ ബാധിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഇതിന്റെ പരാജയം എത്രമാത്രം അമേരിക്കയും എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ കണക്കുകൾ വെച്ച് നോക്കിയപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്ന ആയിക്കോട്ടെ, കുറെയൊക്കെ പ്രോക്സികളുടെ സ്ട്രെങ്ത് ഇല്ലാതാക്കുന്ന ആയിക്കോട്ടെ, അമേരിക്ക നേടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു നാണക്കേട് തീർച്ചയായിട്ടുണ്ട്. അതിനോട്